നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ഫുട്ബോൾ ലീഗുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗാണ്. സോ നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് അറ്റൻഷൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തുന്ന സാഹചര്യം വളരെയധികം കുറവാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈഡ് സ്പ്രെഡായിട്ട് കിടക്കുന്ന സ്പോർട്ട് ക്രിക്കറ്റ് ആയതിനാൽ തന്നെ അധികം ആളുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യം ഇന്ത്യയിൽ വളരെയധികം കുറവാണ്. എങ്കിൽ പോലും ചില ഫുട്ബോൾ ടീമുകൾക്ക് അത് കൃത്യമായി ലഭിക്കുന്നുണ്ട്, ആ ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ്, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ടീമുകളാണ്. ഈ ടീമുകൾക്കെല്ലാം തന്നെ നല്ലൊരു ഫോളോ ബാക്കും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FC ഗോവ, മുംബൈ സിറ്റി FC തുടങ്ങിയ ടീമുകൾക്കും ഈ ഒരു ലെവലിലുള്ള സപ്പോർട്ടൊക്കെ ലഭിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഇന്ത്യയിൽ ക്രിക്കറ്റിനുള്ള ആ ഒരു സ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ഫുട്ബോൾ ലീഗുകൾ ആയതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യൂവർഷിപ്പുള്ള ഫുട്ബോൾ ലീഗുകളിൽ ഒന്നാവാനായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന് സാധിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് വരുന്നത് ടോപ്പ് 15-ലാണ്. അതായത് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനാണ്. പിന്നീട് ലാ ലീഗ, ബുണ്ടസ് ലീഗ, സെറിയ എ തുടങ്ങിയ ലീഗുകളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൗദി പ്രോ ലീഗ് തുടങ്ങിയ ലീഗുകളും ഈ ഒരു ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. ഇതിനെല്ലാം പിന്നാലെ 12-ാം സ്ഥാനത്ത് ഏഷ്യയിൽ നിന്നും ഒപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും നമ്മുടെ സ്വന്തം ഇന്ത്യൻ സൂപ്പർ ലീഗും ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ആനുവൽ വ്യൂവർഷിപ്പിൻ്റെ ബേസിസിലാണ് ഈ ഒരു ലിസ്റ്റ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. സോ എന്തുകൊണ്ടും ഇത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സപ്പോർട്ടിന് പിന്നിലുള്ള ഒരു കാരണമായിട്ട് മാറുവാനായിട്ട് ISL വളരെയധികം സാധിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിനിടയിൽ വളരെയധികം ഒരു ഒരു ഇമോഷണൽ ടച്ചിങ് ഒക്കെ തന്നെ ലഭിക്കുവാനായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് മാറിയിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിന് എത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ടോപ്പ് 15-ൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ്, ലോക ഫുട്ബോളിൽ തന്നെ ലീഗുകളുടെ ലിസ്റ്റിൽ വ്യൂവർഷിപ്പിൻ്റെ ബേസിസിൽ ടോപ്പ് 15-ൽ എത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇതിനെല്ലാം പിന്നാലെ നമുക്കൊരു വേറൊരു കാര്യം, ഒരു അപ്ഡേറ്റ് ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു കാര്യമായിരുന്നു അഡ്രിയാൻ ലൂണയും അതോടൊപ്പം തന്നെ നോഹ സദോയും വരുവാനായിട്ട് പോകുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുവാനാണ് സാധ്യതയെങ്കിലും ആ താരങ്ങൾക്ക് വേണ്ടി നല്ലൊരു ട്രാൻസ്ഫർ ഫീ തന്നെ മറ്റുള്ള ടീമുകൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അതിനൊരു പക്ഷേ വഴങ്ങുവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത്. ഈ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ തന്നെ ആ ഒരു വാർത്തയെ കുറച്ചും കൂടി ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എങ്കിൽ പോലും ഈ രണ്ട് താരങ്ങൾക്കും 1 അല്ലെങ്കിൽ 2 വർഷത്തേക്ക് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്റ്റ് ഇരിക്കുന്നതിനാൽ തന്നെ ISL തന്നെ സൂപ്പർ സ്റ്റാർ താരങ്ങളായതിനാലും നല്ല ഒരു ട്രാൻസ്ഫർ ഫീ തന്നെ മറ്റൊരു ടീമുകൾ മുടക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് മറ്റുള്ള ടീമുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ നല്ലൊരു ട്രാൻസ്ഫർ ഫീ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകണം എന്നൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അത്തരം മികച്ചൊരു ട്രാൻസ്ഫർ ഫീ ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊരു ടീമാണെങ്കിലും, അതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും മോഹൻ ബഗാൻ ആണെങ്കിൽ പോലും ആ ഒരു ടീം അതിന് സമ്മതിക്കുന്നൊരു കാഴ്ച നമ്മൾ പണ്ടും കണ്ടിട്ടുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ്, ഈ 2 താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് തുടരും എന്നുള്ളൊരു കാഴ്ച തന്നെ. കാരണം ഈ ഒരു സാഹചര്യമായതിനെ ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള മനോലോ മാർക്കസ് നിലവിൽ ടീമിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഈ ഒരു സമയത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വാർത്ത നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പുതിയ പരിശീലകൻ ആരാവും എന്നൊരു സംശയം നിലവിൽ നിൽപ്പുണ്ട്. എങ്കിൽ പോലും ഇവാൻ വുക്കോമനസ് തുടങ്ങിയുള്ള ആളുകളുടെ പേര് ആ ഒരു സ്ഥാനത്തേക്ക് എടുത്തു കേട്ടപ്പെട്ടെങ്കിലും ആ ഒരു വാർത്തയൊക്കെ തന്നെ ഫോൾസ് റൂമേഴ്സ് ആണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ആ ഒരു തരത്തിൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയുമില്ല. എങ്കിൽ പോലും അടുത്ത ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സ്ഥാനം, ഏറ്റവും ടോപ്പ് ടയറിലുള്ള, അതായത് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ സ്ഥാനം ആരായിരിക്കും ഏറ്റെടുക്കുക എന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. നിലവിൽ ഇന്ത്യ നിൽക്കുന്നത് 130-ന് താഴെയാണ്, 130-ാം ഫിഫ റാങ്കിന് താഴെയാണ്. സോ അത് കയറി വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഒരു ഭാവി ഒരിക്കലും ഒരു ഫിഫ വേൾഡ് കപ്പ് സ്വപ്നം കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ.